നരേന്ദ്രമോദി എപ്പോഴും വ്യത്യസ്തനാണ്. കൂട്ടത്തിലുള്ളവർക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങിപ്പോകും. അത് കണ്ടിരിക്കാൻ മാത്രമേ മറ്റുള്ളവർക്ക് പറ്റുകയുള്ളൂ. ഇന്ന് ഭാരതത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു നേതാവിനും സാധിക്കാത്ത ഒന്ന്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ തദ്ദേശത്തിൽ ജയിച്ചവരെ രാജ്യ തലസ്ഥാനത്ത് എത്തിച്ച് രാജകീയമായി ആദരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. താഴെത്തട്ടിൽ നിന്നും ജയിച്ചു വന്ന അവർക്കൊപ്പം സൽക്കാരത്തിനും വിരുന്നിനുമൊക്കെ അവരിൽ ഒരാളായി നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ ലാളിത്യവും വിനയവും കണ്ട് അവർ അത്ഭുതം കൂറി നിൽക്കുന്ന ആ ചിത്രങ്ങൾ തന്നെയുമല്ല, ആ ചിത്രങ്ങൾ അദ്ദേഹം തന്നെ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ നരേന്ദ്രമോദി പോസ്റ്റ് ചെയ്ത ആ പോസ്റ്റിന് താഴെ വരുന്ന അഭിപ്രായങ്ങളിലൂടെ മോദി എന്ന ഭരണാധികാരി എത്രത്തോളം സാധാരണക്കാരന് പ്രാപ്യമാണെന്നാണ് വ്യക്തമാകുന്നത്. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. വെള്ളിക്കരണ്ടിയും ഒന്നും കണ്ടല്ല അദ്ദേഹത്തിന്റെ വളർച്ച. അതുകൊണ്ട് തന്നെ ആർക്കും പ്രാപ്യനാണ് നരേന്ദ്രമോദി എന്ന നേതാവ്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെട്ട ഒരു കുടുംബത്തിൽ വളർന്ന അദ്ദേഹം ആർക്കു മുന്നിലും വിനയാൻവിതനാണ്. നിങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോട് എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട് എങ്കിലും നിങ്ങളുടെ സഹപ്രവർത്തകരോട് നിങ്ങൾ പെരുമാറുകയും വിലമതിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഞാൻ ശരിക്കും ബഹുമാനിക്കുന്നത്. ഈ പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റാണിത്. മറ്റു പല രാഷ്ട്രീയ മുന്നണികളിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾ അടിസ്ഥാന തലത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു സാധാരണ പഞ്ചായത്ത് അംഗത്തിന് ഈ മീറ്റിങ്ങുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും പാർട്ടിക്ക് വേണ്ടി കൂടുതൽ സജീവമായി പ്രവർത്തിക്കാനും ഒടുവിൽ തന്റെ ജനങ്ങളെ മികച്ച രീതിയിൽ സേവിക്കാനും സാധിക്കും എന്നാണ് ആ അഭിപ്രായം. ബി.ജെ.പിയുടെ കേരളത്തിലെ വിജയയാത്രയുടെ തുടക്കമാണിതെന്ന് ഒരാൾ പറയുന്നു. കേന്ദ്ര നേതൃത്വത്തിലും ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിലും ജനങ്ങൾക്ക് വിശ്വാസം മാത്രമല്ല ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ കേരളത്തിലും ആ മാറ്റം കാണാൻ സാധിക്കുന്നു. ലോകം മാത്രം മാറ്റമില്ല എന്ന പ്രശസ്തമായ കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യം ഓർമ്മിക്കുക. കേരളത്തിലും മാറാത്തത് മാറും. മോദിജി, എനിക്ക് ആത്മവിശ്വാസമുണ്ട്. കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ്, RSP തുടങ്ങിയവരെ പിടികൂടി 2026 ബി.ജെ.പി നേതൃത്വത്തിൽ മാത്രം സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കാം. അത് സാധ്യമാണ് എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം. സച്ചിദാനന്ദൻ പൊൻകുന്നം എന്ന ഒരാൾ കുറിച്ചത് വളരെ ശ്രദ്ധേയമാവുകയാണ്. അദ്ദേഹം പറയുന്നു, നമ്മുടെ ചിറക്കടവ് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഗോപിച്ചേട്ടൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ വസതിയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ അതിയായ അഭിമാനവും സന്തോഷവും നിറഞ്ഞു. താഴെത്തട്ടിലുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അത്തരം നിമിഷങ്ങൾ ശരിക്കും പ്രചോദനാത്മകവും മറക്കാനാവാത്തതുമാണ്. ഈ മനോഹരമായ നിമിഷം വീണ്ടും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തി, ഉൾക്കൊള്ളൽ, മഹത്വം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നു. ഒരു ചെറിയ പഞ്ചായത്തിൽ നിന്നുള്ള ഒരു നേതാവിന് പോലും നമ്മുടെ മഹത്തായ രാഷ്ട്രത്തിന് പ്രധാനമന്ത്രിയോടൊപ്പം അഭിമാനത്തോടെ നിൽക്കാൻ സാധിക്കും. ഇന്ത്യയുടെ സംസ്കാരവും പാരമ്പര്യവും അതുല്യവും കാലാതീതവുമാണ്. അവയെ ആഗോളതലത്തിൽ എത്തിക്കുന്നതിലുള്ള നിങ്ങളുടെ അക്ഷീണ സമർപ്പണം ഓരോ ഇന്ത്യക്കാരനെയും അഭിമാനഭരിതരാക്കുന്നു. മോദിജി, ആഴമായ ബഹുമാനത്തോടും നന്ദിയോടും കൂടി ഞാൻ നിങ്ങളെ വണങ്ങുന്നു. ഈ രീതിയിലുള്ള നിരവധി കമന്റ്സുകളാണ് ആ പോസ്റ്റിന് താഴെ വരുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നരേന്ദ്രമോദി തികച്ചും ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹം താഴെത്തട്ടിലുള്ളവരോട് എത്രമാത്രം ഭംഗിയായിട്ടാണ് ഇടപഴകുന്നത് എന്ന് ഈ രാജ്യത്തിനും ഒന്നടങ്കം അറിയാം എന്നത്. എണ്ണത്തിൽ വളരെ കുറവാണ്. പക്ഷേ സംസ്ഥാനത്ത് ബി.ജെ.പിയെ ശക്തിപ്പെടുത്താനുള്ള അങ്ങയുടെ ശ്രമങ്ങൾ ഉടൻ ഫലപ്രദമാകും എന്ന് കാണുന്നു. ഇന്ത്യയിൽ ഇതാദ്യമായാണ് പ്രധാനമന്ത്രി പഞ്ചായത്ത് അംഗവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അവരുടെ ധാർമ്മികത വർദ്ധിപ്പിക്കുന്നതിനും അദ്ദേഹം അവരോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പാക്കുന്നതിനുമായി യഥാർത്ഥ നേതൃത്വം പ്രവർത്തനത്തിൽ കാണുന്നത് അഭിമാനകരമാണ്. മോദിജി നമ്മുടെ അടിസ്ഥാന പ്രവർത്തകരെ കണ്ടുമുട്ടി, അവരുടെ അനുഭവങ്ങൾ കേട്ടു, മുഴുവൻ ടീമിനെയും ഊർജ്ജസ്വലരാക്കി. നേതൃത്വം എന്നത് വെറും കാഴ്ചപ്പാടല്ല, അവസാന മൈൽ വരെ ബന്ധം നിലനിർത്തുന്നതിനെ കുറിച്ചാണ്. നന്ദിയുള്ളവനും പ്രചോദനം ഉൾക്കൊണ്ടവനുമാണ് നരേന്ദ്രമോദി. എന്തായാലും രാജ്യത്ത് തന്നെ ആദ്യമായിട്ട്, രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം. ഒരു പ്രധാനമന്ത്രി ഏറ്റവും താഴെ തലത്തിലുള്ളവരെ പോലും നേരിട്ട് കണ്ട് അവരോട് സംവദിക്കുന്നു. എന്തൊക്കെയാണ് നമ്മുടെ വികസന പദ്ധതികൾ, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് വികസനം കൊണ്ടുവരേണ്ടത് എന്ന് ചർച്ച ചെയ്യുന്നു. അവരെ രാജകീയമായി പരിഗണിക്കുന്നു. അതിൽ നിന്ന് തന്നെ അത്രയും ആളുകൾക്ക് തങ്ങൾ എന്താണ്, അല്ലെങ്കിൽ തങ്ങൾ ഈ രാജ്യത്തിന് വളരെയധികം വിലപ്പെട്ടവരാണ് എന്ന ഒരു ബോധം കൊണ്ടുവരാൻ സാധിക്കുന്നു. ഒപ്പം ഈ രാജ്യത്തിൻ്റെ ഓരോ വികസന പ്രവർത്തനങ്ങളിലും തങ്ങളും പങ്കാളികളാകണം എന്ന ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു നിലപാട് അവരെടുക്കാനുള്ള ഒരു കാരണവുമാകുന്നു. അതാണ് നരേന്ദ്രമോദി എന്ന നേതാവ് ഓരോ അവസരത്തിലും എത്രമാത്രം വ്യത്യസ്തനാണ് എന്നുള്ളത് ലോകം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ചില ഇടപെടലുകളിൽ കൂടിയാണ്. ഇതിനു മുൻപും നിരവധി ഇത്തരം ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം ഒരുപാട് അഭിമാനം ഭാരതത്തിലുള്ള ഓരോ ജനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വസ്തുത. എന്തായാലും ഇത്തരത്തിലൊരു അംഗീകാരം ഈ തദ്ദേശ തലത്തിലുള്ളവർക്ക് ലഭിച്ചത് തന്നെ അവർ തിരിച്ച് തിരുവനന്തപുരത്തെത്തുമ്പോൾ തിരുവനന്തപുരത്തെ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് തങ്ങൾ
എത്രമാത്രം പ്രതിബദ്ധത ഉള്ളവരാകണം എന്നതിനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ്. ഒപ്പം രാജ്യത്ത് BJP സർക്കാർ ഭരിക്കുന്ന ഒരു രാജ്യത്ത് നമ്മുടെ സംസ്ഥാനം കൂടി അതിനൊപ്പം എത്താൻ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അതിന് എത്രമാത്രം തങ്ങൾ കർമ്മനിരതരായിരിക്കണം എന്ന ഒരു ബോധം കൂടി അവരുടെ ഉൾക്കാമ്പിൽ എത്തിക്കാൻ ഈ സന്ദർശനം കൊണ്ട് സാധ്യമായി എന്ന് തന്നെ വേണം കരുതാൻ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.